ഹലോ എവരിവൺ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്. എന്താണ് വ്യത്യാസം, നിങ്ങൾക്ക് ഏതായിരിക്കും നല്ലതെന്ന്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കണം എന്നാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു തരുള്ളൂ. ഏത് സ്റ്റോക്ക് വാങ്ങിക്കണമെന്നോ എങ്ങനെ പിക്ക് ചെയ്യണമെന്നോ ഏതാ നിങ്ങൾക്ക് നല്ലതെന്നൊന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ അങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് വേണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ഇനി അതുപോലെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് സ്റ്റോക്കിനെ പറ്റി വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് ജേർണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കണം വെറും 5 മിനിറ്റിൽ നോക്കാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വാങ്ങിക്കാം. ചെറുപ്പക്കാരായിക്കോട്ടെ വയസ്സുള്ളവരായിക്കോട്ടെ ആർക്കും വളരെ സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഫിനാൻസ് വിത്ത് അലക്സ് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേർണിയിലേക്ക്. സ്റ്റോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പ് അക്കൗണ്ട് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ 18 അബവ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. നിങ്ങൾക്ക് ആധാർ ഉണ്ട്, അതേപോലെ പാൻ കാർഡ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അതില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അത് ഒപ്പിക്കാൻ നോക്കുക. സെക്കൻഡ് കാര്യം, നമുക്ക് വേണ്ട 2 അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്കൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നൊരു ബാങ്ക് അക്കൗണ്ടാണ്. ബേസിക്കലി നമ്മളതിനെപ്പറ്റി കുറേ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ആപ്പ് ഉപയോഗിക്കുമ്പോൾ, സ്റ്റോക്ക് ബ്രോക്കർ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവർ സ്റ്റാർട്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് എടുക്കാം. അതാണ് നമുക്ക് സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്തൊരു അക്കൗണ്ട്. സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടിയുള്ളൊരു ആപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം. ഫോർ എക്സാമ്പിൾ സീറോദ, IND മണി, ഗ്രോ, ധൻ, ഇങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണേൽ ഉപയോഗിക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കാവുന്ന ധൻ ആപ്പാണ്. ധൻ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോക്സോ മ്യൂച്വൽ ഫണ്ട്സോ എല്ലാം വാങ്ങിക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ധൻ ആപ്പോ അല്ലെങ്കിൽ ഇതിൽ ഏത് ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ നിങ്ങളുടെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും, പാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. 1-2 വെരിഫിക്കേഷൻസും OTPയും കൊടുത്ത് ആയിക്കോളും. ഇനി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ ഹോം സ്ക്രീൻ. ഓക്കെ, ഹോം സ്ക്രീനിൽ നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ കാണാൻ പറ്റും നിങ്ങളുടെ പ്രോഫിറ്റ്സും സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഏറ്റവും മേലെ നോക്കിയാൽ എൻ്റെ മുഖത്തിൻ്റെ തൊട്ട് താഴെ സ്റ്റോക്സ് കാണാൻ പറ്റും. ഓപ്ഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, കമ്മോഡിറ്റീസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒട്ടും വൈകുന്നില്ല, സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കാൻ നോക്കുന്നു. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ കമ്പനികളുണ്ട് നമ്മുടെ NSE അല്ലെ BSE. അപ്പോൾ ഒരു സ്റ്റോക്ക് എങ്ങനെ പിക്ക് ചെയ്യുക? ഫോർ എക്സാമ്പിൾ നിങ്ങൾ താഴെ വന്നാൽ നിങ്ങൾക്ക് ട്രെൻഡിങ് കൊണ്ടാണ്. ഇപ്പം ട്രെൻഡിങ് ആയ സ്റ്റോക്കുകളുണ്ട്, മോസ്റ്റ് ട്രേഡഡ് ഉണ്ട്, മോസ്റ്റ് ബോട്ട് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി കുറച്ചുകൂടി താഴെ വന്നാൽ നിങ്ങൾക്ക് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സാണ് ഏറ്റവും കൂടുതൽ കൂടിയതും കുറഞ്ഞതും ഒക്കെ കാണാൻ പറ്റും. IPOs കാണാൻ പറ്റും, 1 ഇയർ ഹൈ കാണാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട്, വീണ്ടും റെക്കമെൻഡേഷൻ അല്ല, എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സിമ്പിളായിട്ട് എന്താണ് റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാം. റിലയൻസ് ഞാൻ സെർച്ച് ചെയ്യുന്നു. ഇനി റിലയൻസ് പവർ ഉണ്ട്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണ്, നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, പൊതുവേ റിലയൻസ് പറയുമ്പോൾ നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് നോക്കുക. റിലയൻസ് ഇൻഡസ്ട്രീസ് സ്റ്റോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഒരു ഷെയറിൻ്റെ പ്രൈസ്, ഒരു ഓണർഷിപ്പ്, ഒരു ഷെയറിൻ്റെ പ്രൈസ് എത്രയാണ്? 1425.5.7. ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്, ലൈവ് പ്രൈസ് ആയതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും അതിൻ്റെ ഗ്രാഫ് കാണാൻ പറ്റും. ഇപ്പോൾ 1 മന്ത് ഗ്രാഫാണ്. 5 ഡേ, 1 ഡേ, 1 മന്ത്, 6 മന്ത്സ്, 5 ഇയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കയറിയിരിക്കുന്നത് കാണാം. മാക്സ് നോക്കുകയാണെങ്കിൽ ഉള്ള ടോട്ടൽ ഭയങ്കര അപ്പായിരിക്കും. അതൊന്നുമല്ല നമ്മൾ ചെയ്യാവുന്നത്. ഇതിൻ്റെ റെക്കമെൻഡേഷനോ അനാലിസിസോ ഒന്നുമല്ല. അതൊക്കെ ഡീറ്റെയിൽസ് താഴെ ലിങ്ക് വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ താഴേക്ക് പോകുന്നു. നമുക്കിത് ബൈ സെൽ ഏറ്റവും താഴെ കാണാൻ പറ്റുമല്ലോ, നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ഞാൻ ബൈ കൊടുക്കുന്നു. ബൈ കൊടുക്കുമ്പോൾ ബേസിക്കായിട്ട് നോക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താ? നമ്മൾ പ്രൈസ് നോക്കാം. ഓക്കെ, പ്രൈസ് 1425 ആണ്. ഇനി നോക്കേണ്ട എന്താണ്? ട്രേഡിംഗ് ഉണ്ട്, പേ ലേറ്റർ ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻട്രാഡേ എന്ന് കമൻറ്റ് ചെയ്യുക. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കിയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പേ ലേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാർജിനൽ ട്രേഡിംഗ് ഫെസിലിറ്റിയാണ്. അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഇൻവെസ്റ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇൻട്രാഡേ അറിയെങ്കിൽ നിങ്ങൾ ചെയ്താൽ, പക്ഷേ ഇൻവെസ്റ്റിംഗ് ആണ് നമ്മളെല്ലാവരും സാധാരണക്കാർ ലോങ് ടേമിൽ ഇൻവെസ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇനി ക്വാണ്ടിറ്റി, എനിക്ക് എത്ര ഷെയർ വാങ്ങിക്കണം, 10 ഷെയർ വാങ്ങിക്കണം, 100 വാങ്ങിക്കണം, എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ തൽക്കാലം എക്സാമ്പിളായിട്ട് ഒരെണ്ണം കാണിക്കുകയാണ്, വീണ്ടും റെക്കമെൻഡേഷൻ അല്ല. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൈസ് എന്തിനാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രൈസ് നമുക്ക് ലിമിറ്റ് കൊടുക്കാം, താഴെ കൊടുക്കാം, പ്രൈസ് മാർക്കറ്റിനെ കൊടുക്കാം. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ലൈവായിട്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ള പ്രൈസ് കൂടിയും കുറഞ്ഞ കളിക്കും ഇപ്പോൾ ഉള്ള പ്രൈസ് അങ്ങ് നമ്മൾ വാങ്ങിക്കുന്നത്. ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, എനിക്കിത് 1410 ആണെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷണൽ ഓർഡർ കൊടുക്കുകയാണ്. കണ്ടീഷണൽ എനിക്ക് ഇത്ര ആണെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലിമിറ്റും ട്രിഗറും സ്റ്റോപ്പ് ലോസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ട്യൂട്ടോറിയൽ ഉണ്ടാക്കി തരാം. ഇനി മാർക്കറ്റിൽ ഞാൻ കൊടുക്കാവുന്നത് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റ് കൊടുത്താൽ മതി.
ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം പ്രൈസ് നോക്കുക 1426 ആണ്. എനിക്ക് താഴെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷേ ഏറ്റവും താഴെ നോക്കിയാൽ ഫണ്ട് ലിമിറ്റ് ഇൻസഫിഷ്യൻറ്റ് ബൈ 1412. എനിക്ക് കുറച്ചുകൂടി പൈസ ആഡ് ചെയ്യണം എൻ്റെ ഈ അക്കൗണ്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ ഏത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഫീസൊന്നും വരുന്നതല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ പാൻ അക്കൗണ്ടും ഈ ആധാറൊക്കെ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. വേറെ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ട് നല്ല ചെയ്യേണ്ടത്. അപ്പം UPI ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ആഡ് മണി കൊടുക്കുന്നു. ഞങ്ങളുടെ ആഡ് മണി, ഞാൻ ഗൂഗിൾ പേ, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആയ ഗൂഗിൾ പേ തന്നെ ഞാൻ ചെയ്യുന്നു. ഗൂഗിൾ പേയിൽ നിന്ന് സിമ്പിളായിട്ട് നമ്മൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണാൻ പറ്റും. നമ്മൾ തിരിച്ച് ആ സ്റ്റോക്കിലേക്ക് വരുമ്പോൾ ബാക്ക് അടിച്ചാൽ തിരിച്ച് ആ സ്റ്റോക്ക് വാങ്ങിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഇൻസ്റ്റൻറ്റ് ബൈ കൊടുക്കുക. അപ്പോൾ ഇൻവെസ്റ്റിങ്ങിലാണ്, മാർക്കറ്റ് പ്രൈസിലാണ് ഞാൻ വാങ്ങിക്കാൻ പോവാണ്. ഇൻസ്റ്റൻറ്റ് ബൈ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെലിവറി എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഡെലിവറി ആണ് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റിംഗ്. നിങ്ങൾക്ക് വേറൊരു ഓർഡർ കാണാൻ പറ്റും, ഞാൻ കുറച്ച് മുമ്പ് ചെയ്തതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് ഇൻട്രാഡേ ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് എങ്ങനെ വിൽക്കാം നമുക്ക് നോക്കാം. വീണ്ടും നിങ്ങൾ ഹോം പേജിൽ വരുന്നു. നിങ്ങളുടെ സ്റ്റോക്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പം ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് കാണുന്നുണ്ടാവില്ല. നിങ്ങൾ നോക്കുമ്പോൾ മൈ സ്റ്റോക്കിലൊന്നും ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. പ്രശ്നം എന്താണ്, നിങ്ങളുടെ ഈ വാങ്ങിക്കുന്ന സ്റ്റോക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എടുക്കും നിങ്ങളുടെ ഹോൾഡിങ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അത്രയും കാലം നിങ്ങളുടെ ഓണർഷിപ്പിൽ തന്നെയായിരിക്കും, പക്ഷേ അത് പൊസിഷൻ എന്ന് പറഞ്ഞൊരു പേരിലായിരിക്കും ഉണ്ടാവുക. താൽക്കാലികമായിട്ടൊരു പേരാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി നിങ്ങൾ പൊസിഷൻസിലേക്ക് പോയാൽ നിങ്ങൾ ഓർഡേഴ്സിൽ സൂപ്പർ ഫ്ലാഷും ഓപ്ഷൻസും ഒന്നല്ല, ലെഫ്റ്റ് പോയി പൊസിഷൻസ് കാണാൻ പറ്റും. എൻ്റെ പൊസിഷൻസ് ആണത്. ഓക്കെ, അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഞാൻ വാങ്ങിച്ച ഡെലിവറി നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ടാമത്തെ. അപ്പോൾ അത് എൻ്റെ ഓണർഷിപ്പിലാണ്, പക്ഷേ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളൂ. ഇപ്പോഴും നമുക്ക് വിൽക്കാൻ പറ്റും, വീണ്ടും വാങ്ങിക്കാൻ പറ്റും, എന്ത് വേണം ചെയ്യാൻ പറ്റും, പക്ഷേ പൊസിഷൻ എന്നുള്ള പേരിലായിരിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ സ്റ്റോക്ക്, ഈ ഷെയർ എനിക്കുള്ളത് ഞാൻ വിൽക്കുകയാണെങ്കിൽ എനിക്ക് നോക്കിയാൽ ഓവറോൾ PNL എന്താണ്, ലോസ് ആണ്. റെഡ് ആണെങ്കിൽ ലോസ് ആണ്. 1 രൂപ 1.5 രൂപ പോയിട്ടുണ്ട്. ഞാൻ അതൊന്നും നോക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഡെപ്തും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാനിവിടെ എക്സിറ്റ് പൊസിഷൻ കൊടുക്കുന്നു. എക്സിറ്റ് പൊസിഷനിൽ വീണ്ടും ഇൻവെസ്റ്റിങ്ങിലാണ് മാർക്കറ്റ് പ്രൈസ്. അവിടെ നിങ്ങൾക്ക് ലിമിറ്റും കണ്ടീഷൻസും സ്റ്റോപ്പ് ലോസൊക്കെ കൊടുക്കാം. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മാർക്കറ്റ് പ്രൈസിൽ ഞാൻ വിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഞാൻ കൊടുക്കുകയാണ് ഇൻസ്റ്റൻറ്റ് സെൽ. ഓക്കെ, അപ്പോൾ ഞാൻ സെല്ല് ചെയ്തത് നോക്കിയാൽ 1424.5 പക്ഷേ വാങ്ങിച്ചത് എത്രയാണ്, 1426 ആണ്. ബേസിക്കലി 1.5 രൂപ എനിക്ക് നഷ്ടമായി. ബേസിക്കലി നഷ്ടമായതുകൊണ്ട് എനിക്ക് ടാക്സ് ഇല്ല. അപ്പോൾ ടാക്സേഷനെ പറ്റിയും അറിയണമെങ്കിൽ STCG, LTCG അങ്ങനത്തെ കാര്യങ്ങൾ അറിയണം. ഡെഫിനറ്റ്ലി അതിനൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് വാങ്ങിക്കാനും വിൽക്കാനും നിങ്ങൾ പഠിച്ചു. ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ ട്യൂട്ടോറിയൽസ് വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസും അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മൊത്തം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കോഴ്സ് ചെക്കൗട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട്സ് മെയ്ഡ് ഈസി. MF20 കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ടാവും. അപ്പോൾ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യു മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് സ്റ്റോക്ക് ജേർണി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.